ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് UK ആൻഡ് അയർലൻഡ് രജിസ്റ്റേർഡ് നഴ്സസിന് ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യാനാണ്. അതായത് ജൂലൈ 1 മുതൽ 2024 മുതൽ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൽ ചില അപ്ഡേറ്റ്സ് വന്നിരുന്നു. അതുപ്രകാരം UK, അയർലൻഡ്, കാനഡ ആൻഡ് US നഴ്സസിന് IQN തിയറിറ്റിക്കൽ എക്സാമും ഓസ്കിയും ചെയ്യേണ്ടി വരുമോ എന്നൊരു ഡൗട്ട്ഫുൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വേണ്ട എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജൂലൈക്ക് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്തിരുന്ന കേസുകൾക്കൊക്കെ ഇപ്പോൾ പഴയ പോലെ തന്നെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ, അതായത് IQN തിയറിറ്റിക്കൽ എക്സാമോ ഓസ്കിയോ ഇല്ലാതെ തന്നെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നവംബർ മുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്യുകയാണ്. അത് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ന്യൂസിലാൻഡ് കൗൺസിലിൻ്റെ സെൽഫ് അസസ്മെൻറ്റ് ടൂളിലുള്ള ഒരു വീഡിയോ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സെൽഫ് അസസ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഫസ്റ്റിൽ നിങ്ങൾ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിൻ്റെ സൈറ്റ് എടുക്കുക. www.nursingcouncil.org.nz എടുക്കുക. ഓക്കെ, ദെൻ ഗോ ടു രജിസ്ട്രേഷൻ ഫോർ ഇൻ്റർനാഷണൽ നഴ്സസ് സെലക്ട് ചെയ്യുക. Then go down, internationally qualified nurses. Okay, so you can see step number 1, verifying documents with CGFNS, and step number 2, applying to become registered nurse. That means your application with the New Zealand Council. Okay, and you can go down. Here you can see self assessment tool. Click here and you can see questions here. IQN registration self assessment tool. Okay, this one. Okay, so here downside you can see 2 questions. The first one, left side, I am currently registered with an overseas regulatory authority. The right side you can see I am not currently registered with overseas regulated authority. So you can select this one because you are already registered with the UK, Ireland, Canada, US, anywhere. So you are already registered with. So you can select this one. Okay. So you can see the next question. My nursing education that led to registration was completed in one of the following countries: USA, UK, Ireland, Singapore, British Columbia, or Ontario provinces in Canada. Okay, this is correct. Okay, so your nursing education that led to registration was completed such countries. Okay, so you already completed because that's the reason you are working there as a registered nurse. So definitely you can select this one. Yes. Okay, so you can see there, I have worked as a registered nurse for last 1800 hours in one of the following countries: US, UK, Ireland, etc. Okay, in last 10 years. That also correct. You are working there after your registration. Select this one. So definitely you can see that the answer, the final answer, this is the final answer. The answers you have given indicate you may not have to complete the tests of competence, theory exam and clinical exam, OSCE, to become registered nurse. So this is the one you need to get. What it means, you don't want to finish your clinical exams and IQN theoretical exam. Okay, thank you. അപ്പോൾ എല്ലാ നഴ്സസിനും ഒരു പ്രതീക്ഷയാണ്. ഇത്തരം കൺട്രികളിലുള്ള രജിസ്റ്റേർഡ് നഴ്സസിന് UK, അയർലൻഡ്, കാനഡ ആൻഡ് US, ഇത്തരം നഴ്സസിന് 1800 hours പോസ്റ്റ് രജിസ്ട്രേഷൻ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പഴയ പോലെ തന്നെ IQN തിയറിറ്റിക്കൽ എക്സാമും ഓസ്കിയും ഇല്ലാതെ ഡയറക്റ്റ് രജിസ്ട്രേഷൻ സ്റ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു റിയാലിറ്റി തന്നെയാണ്. ഓക്കെ, ഇനി നഴ്സസിന് എങ്ങനെ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതെന്നൊന്ന് ചുരുക്കി പറയാം. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്
CGFNS-ൽ ക്രെഡൻഷ്യൽ വെരിഫിക്കേഷന് അപ്രോച്ച് ചെയ്യണം. CGFNS-ൽ നമ്മൾ എല്ലാ ഡോക്യുമെൻസും ലോഡ് ചെയ്തുകൊണ്ട് ക്രെഡൻഷ്യൽ വെരിഫിക്കേഷന് ഫീസ് അടച്ച് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ CGFNS നമ്മളുടെ എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, അതേപോലെ നമ്മളുടെ ലാംഗ്വേജ്, എല്ലാ നിങ്ങളുടെ ID, എല്ലാ സർട്ടിഫിക്കറ്റുകളും ക്രെഡൻഷ്യൽ വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് അത് അയച്ചു തരും. നിങ്ങൾ ആ റിപ്പോർട്ട് വായിച്ച് നോക്കി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് അതിൽ ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്ത് അവർ വീണ്ടും അയച്ചു തരും. വൺസ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ CGFNS ആ റിപ്പോർട്ട് നഴ്സിംഗ് കൗൺസിൽ ന്യൂസിലാൻഡിലേക്ക് അയച്ചു കൊടുക്കും. ആ റിപ്പോർട്ട് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ നഴ്സിംഗ് കൗൺസിൽ നമുക്ക് ഒരു അപ്ലിക്കേഷൻ ലിങ്ക് ജനറേറ്റ് ചെയ്യും. ആ ലിങ്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അപ്ലിക്കേഷൻ ലോഡ് ചെയ്യും. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, നഴ്സിംഗ് കൗൺസിലിൽ അപ്ലിക്കേഷൻ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കേസ് മാനേജർ അസൈൻ ചെയ്യുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇതിനിപ്പോൾ ഒരു 4 to 5 months ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, കേസ് മാനേജർ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം നിങ്ങളടുത്ത് ഫസ്റ്റിൽ പറയുന്നത് വെൽക്കം ടു ന്യൂസിലാൻഡ് എന്നുള്ള ഒരു ഫ്രീ ഓൺലൈൻ കോഴ്സ് ചെയ്യാനാണ് പറയുന്നത്. ആ ഫ്രീ ഓൺലൈൻ കോഴ്സ് നിങ്ങൾ സൈനിങ് ചെയ്തുകൊണ്ട് ആ ഒരു ലിങ്ക് തരും. ആ ലിങ്കിൽ സൈൻ ചെയ്തുകൊണ്ട് ആ 2 കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അത് ഫ്രീ ആണ്. ആ ഫ്രീ കോഴ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. ഒന്ന് മോഡ്യൂൾ 1 ആൻഡ് ഫൗണ്ടേഷൻസ് ഇൻ കൾച്ചറൽ കോമ്പിറ്റൻസ്. അപ്പോൾ ആ 2 സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ ന്യൂസിലാൻഡ് കൗൺസിലിലേക്ക് ലോഡ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കേസ് ഓഫീസർ ഇത്തരം അപ്ലിക്കൻസിനോട് പറയുന്നത് നിങ്ങളുടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നതിനാണ്. അതിന് ഇപ്പോൾ ക്രെഡൻഷ്യൽ വെരിഫിക്കേഷന് CGFNS-ന് ഏർപ്പാട് ചെയ്തതുപോലെ തന്നെ നഴ്സിംഗ് കൗൺസിൽ നിങ്ങളുടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഫിറ്റ് ടു വർക്ക് ഓസ്ട്രേലിയ. അപ്പോൾ ഫിറ്റ് ടു വർക്ക് ഓസ്ട്രേലിയയാണ് നിങ്ങളുടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ ലാസ്റ്റ് 7 yearsൽ 12 മാസമോ അതിൽ കൂടുതലോ ഏതെങ്കിലും കൺട്രിയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം നിങ്ങൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക് അറേഞ്ച് ചെയ്യണം. അത് ഫിറ്റ് ടു വർക്ക് അറേഞ്ച് ചെയ്യും. നിങ്ങൾ അതിന് ഫീസ് അടച്ചാൽ മതി. ഒരു കൺട്രിക്ക് ഏകദേശം ഒരു 10,000, 9,500 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ഫീസ് വരും. അപ്പോൾ ഫിറ്റ് ടു വർക്ക് നിങ്ങളുടെ ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്കൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം ഒരു കോപ്പി നിങ്ങൾക്കും തരും. അത് ന്യൂസിലാൻഡ് കൗൺസിലിന് അപ്ഡേറ്റ് ചെയ്യും. ഫിറ്റ് ടു വർക്ക് അപ്ഡേറ്റ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ക്രിമിനൽ ചെക്ക് മാത്രമേ നഴ്സിംഗ് കൗൺസിൽ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ കേസ് ഓഫീസർ നിങ്ങൾക്ക് നിങ്ങളുടെ APC ഇഷ്യൂ ചെയ്യും, ആനുവൽ പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ്. അതാണ് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ. അത് ഫസ്റ്റിലെ സർട്ടിഫിക്കറ്റ് ഒരു 6 monthsനായിരിക്കും. ഒരു 95%ഉം 6 monthsനാണ് കിട്ടുന്നത്. ചില ആപ്ലിക്കൻസിന് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആപ്ലിക്കൻസിന് നഴ്സസിന് 1 yearൻ്റെ സർട്ടിഫിക്കറ്റും കിട്ടുന്നുണ്ട്. അതിൻ്റെ ഫീസിലൊരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ ആഫ്റ്റർ 24 hours വിത്തൗട്ട് എനി ഫോർമാലിറ്റീസ് നിങ്ങൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് എലിജിബിളാണ്. അതിനൊരു $503 ഓസ്ട്രേലിയൻ ഡോളറാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഷെയർ ചെയ്യാനുള്ള ഇൻഫർമേഷൻ. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് മീറ്റ് ചെയ്യാം. താങ്ക് യു. ബൈ.